ഒരൊറ്റ ജീവിതമല്ലേ നമുക്കുള്ളൂ. വഴക്കും പിണക്കും ഒക്കെ മറന്ന് ഒരൊറ്റ മനസ്സോടെ നമുക്ക് നമ്മുടെ മക്കളോടൊപ്പം ഇവിടെ സന്തോഷമായിട്ട് കഴിയാൻ പാടില്ലേ? അപ്പോ നിങ്ങൾ അമ്മയും മക്കളും ഒന്നായി പുറത്തു പോയത് ഞാനും അല്ലേ? അയ്യോ, ആ ശരിയാ, ഞാനാണല്ലോ ഇടം തിരിഞ്ഞു നിൽക്കുന്നത്. അപ്പൊ പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോകേണ്ടത് ഞാൻ തന്നെയാ. മഹേട്ടാ, മഹേട്ടാ, അച്ഛാ, കയ്യെടുക്കടി. അമ്മ അങ്ങനെയൊന്നും മനസ്സിലോർത്ത് പറഞ്ഞൊന്നും അല്ല, സംസാരത്തിൽ വന്നുപോയതാ. ആണോ? എനിക്കത് മനസ്സിലായില്ല. അമ്മയ്ക്ക് വക്കാലത്തുമായിട്ട് മകള്, മകൾക്ക് വക്കാലത്തുമായിട്ട് അമ്മ. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും വക്കാലത്ത് പറയാനായിട്ട് മകനും വരും. അപ്പൊ പിന്നെ കോറം തികഞ്ഞു. അച്ഛനെതിരെ യുദ്ധം ചെയ്യാൻ അമ്മയും മക്കളും കൂടി ഒന്നിച്ചു. കൊള്ളാം. ഇനി ഈ കഥയിൽ വേണ്ടത് അച്ഛന്റെ അടിയറവാ. ശുഭപര്യവസാനം എന്ന് എഴുതി കാണിക്കുന്നതിന് മുൻപ് അച്ഛൻ അമ്മയുടെ മക്കളുടെയും കാൽക്കല് വീഴണം. അതോടെ ഈ കഥയുടെ ക്ലൈമാക്സ് ആവും, അല്ലടി? എന്നാ ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ക്ലൈമാക്സ് വേറെയാ. ഇപ്പൊ ഇറങ്ങണം എന്റെ വീട്ടിൽ നിന്ന് അമ്മയും മോളും. മഹേട്ടാ, എന്ത് ഭ്രാന്താ ഈ പറയുന്നത്? ഞാൻ ഈ പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് എങ്ങോട്ട് പോകാനാ? അതൊന്നും എനിക്കറിയണ്ട. എന്റെ വീട്ടിൽ ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്ക് സ്ഥാനമില്ല. ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യയ്ക്കും അച്ഛനെ അനുസരിക്കാത്ത മക്കൾക്കും ഇനി ഈ വീടിന്റെ മുറ്റത്ത് നിൽക്കാനുള്ള യോഗ്യത പോലുമില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ നിമിഷം ഇറങ്ങണം എന്റെ ഈ വീട്ടിൽ നിന്ന്. മഹേട്ടാ, ഇറങ്ങുന്നില്ലെങ്കിൽ നിന്നെ ഇറക്കാൻ എനിക്കറിയാം. വാടി ഇങ്ങോട്ട്. നടക്കടി. നടക്കടി. ഇറങ്ങിപ്പോ. ഗേറ്റ് അടയ്ക്കണം. മാറിക്കടി. മഹേട്ടാ, ഞങ്ങളെ ഇറങ്ങിവിടില്ലേ മഹേട്ടാ? അച്ഛാ, ഞാൻ പറയുന്നൊന്ന് കേക്കച്ഛാ. നീ മിണ്ടരുത്. ഇനി എന്നെ അങ്ങനെ വിളിക്കുകയും ചെയ്യരുത്. മഹേട്ടാ, ആൾക്കാരൊക്കെ അറിയും. അറിയട്ടെടി, എല്ലാവരും അറിയട്ടെ. അല്ലെങ്കിൽ തന്നെ ഇനി അറിയാൻ ആരാടി ബാക്കിയുള്ളത്? ഇനി നീ ഈ വീടിന്റെ പടി ചവിട്ടിയ നിനക്ക് വേണ്ടിയിട്ട് പട്ടട തെക്കേ മുറ്റത്ത് ഒരുക്കേണ്ടി വരും. എനിക്ക് നിങ്ങൾ ആരുടെ സഹായം വേണ്ട, അമ്മയുടെയും വേണ്ട, മക്കളുടെയും വേണ്ട. നിങ്ങൾ ജീവിക്കേ മരിക്കേ എന്ത് വേണേലും അയക്കൂ, എനിക്ക് ഒരു കുഴപ്പമില്ലെന്നേ. ഇനി ഈ പടി ചവിട്ടാൻ വന്നേക്കരുത്. മഹേട്ടാ, ഞങ്ങൾ പോവില്ല, കൊന്നാലും പോവില്ല. ഇത് ഞങ്ങളുടെയും കൂടെ വീടാ. നീ വാ. ഇങ്ങോട്ട് മാറടി. ആരുടെ വീട്? അവകാശവും പറഞ്ഞോണ്ട് വരുന്നോടി. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോ നീയൊക്കെ ഈ വീടിന്റെ മുന്നിൽ കൊടി പിടിക്കുമല്ലോ. നിന്റെയൊക്കെ കൊടിപിടുത്തം തന്നെ നടക്കട്ടെ. അമ്മയും മോളെ അടിച്ചിറക്കിന്ന് തന്നെ അങ്ങ് പറഞ്ഞോ. കൊണ്ടുപോയി കേസ് കൊടുക്കടി. അമ്മയും മകളെ മാണിക്കോത്ത് മഹേന്ദ്രൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, പടി അടച്ച് പിണ്ടം വച്ചു എന്ന് തന്നെ പറ. ആരാ ചോദിക്കാൻ വരുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. മഹേന്ദ്രനോട് അവളുടെ കളി. മാറിക്കളി. പെണ്ണുങ്ങളുടെ പൂങ്കണ്ണീരും കണ്ട് ഗേറ്റ് എങ്ങാനും തുറന്നു കൊടുത്താ പിന്നെ നീ ഈ പടിക്ക് പുറത്താ. പറഞ്ഞില്ല എന്ന് വേണ്ട. അമ്മേ, നമ്മളിനി എന്ത് ചെയ്യും അമ്മേ?